such a situation, we have to address very serious problems which have been emerging during this period. Here I think, sir, the important aspect is the impact of money power in our political system. You are moving against the interest of the farming community in our country. Sir, now the government go and signed this ASEAN treaty. ഇന്ത്യയുടെ പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും വിലക്കെടുത്താൽ BJPയുടെ കൂടെ പോകുന്നവരല്ല എന്ന് കാലം ഇതുവരെയുള്ള വളരെ കുറഞ്ഞ ആൾബലമാണെങ്കിലും അത് തെളിയിച്ചവരാണ് ഇടതുപക്ഷം. अनाज देता है, दाल देता है, तो ऐसा अवस्था है, ये वैकल्पिक राजनीति है। गरीबों को समर्थन देने वाला वैकल्पिक राजनीति केरला के अंदर चलता है। उस राजनीति के अनुसार जनता के जीवन में രാജ്യം ഇനി മുൻപ് നിലനിന്നിരുന്നതുപോലെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം, ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം വളരെ നിർണായകമാണ്. RSS പറയുന്നതിന്റെ അടിയിൽ കയ്യൊപ്പ് വെക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി ഈ വഴിയിലൂടെ ഇനിയും സഞ്ചരിക്കാൻ പോകുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അതിന്റെ മുന്നിൽ പതറാനോ ചിതറാനോ തോൽക്കാനോ തയ്യാറില്ല. മുറിച്ചു കടന്ന് ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നു.